ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റിലെ ദിസ് എന്ന കീവേഡിനെ കുറിച്ചാണ്. കറൻറ്റ് ഒബ്ജക്റ്റിനെ റിഫർ ചെയ്യാൻ വേണ്ടിയാണ് ദിസ് കീവേഡ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഒരു പ്രോഗ്രാമിലെ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലെ കറൻറ്റ് ഒബ്ജക്റ്റിനെ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയാണ് ദിസ് എന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് HTML എഴുതി അതിനുശേഷം നമ്മളിവിടെ സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വേരിയബിൾ എന്ന് ചേർത്തു. ഇതിന് നമ്മളിവിടെ വന്ന ഒരു അഡ്രസ്സ് എന്നും ചേർത്ത് കൊടുത്തു, ഈക്വൽ ടു. അതിനുശേഷം നമ്മളിതുപോലെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് വാല്യൂസ് ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ വന്ന് കമ്പനി എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, കമ്പനി എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, കമ്പനി എന്ന് ചേർത്തതിന് ശേഷം നമുക്കിവിടെ വന്ന് കോളൻ ഇട്ട് ഡബിൾ കൊട്ടേഷനുള്ളിൽ നമ്മളെ കമ്പനിയുടെ പേരെന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എക്സാമ്പിൾ ഞാനൊരു കമ്പനിയുടെ പേര്, നമ്മുടെ കമ്പനിയുടെ പേര് തന്നെ ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു കോമട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് സിറ്റി എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, വീണ്ടും നമ്മളിവിടെ വന്ന് കോളൻ ഇട്ടു. അതിനുശേഷം നമ്മുടെ സിറ്റി ഏതാണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. നമ്മുടെ സിറ്റി ഏതാണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, കോമ ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവിടെ വന്ന് കോളൻ ഇട്ടു. അതിനുശേഷം നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫങ്ഷന് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫുൾ അഡ്രസ്സ് എന്നുള്ളൊരു ഫങ്ഷനാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ അഡ്രസ്സ് എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ വന്ന് കോളൻ ഇട്ടു, എന്നിട്ട് ഫങ്ഷൻ എന്നെഴുതി. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ്, ഓക്കെ, ഫങ്ഷൻ എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വാല്യൂസ് എല്ലാം നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. ഓക്കെ, ഫങ്ഷൻ ഇട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ വന്ന് റിട്ടേൺ ചെയ്യണം. അപ്പോൾ റിട്ടേൺ എന്ന് എഴുതിയതിന് ശേഷം റിട്ടേൺ എന്ന് എഴുതിയ അതിനുശേഷം നമുക്കിവിടെ വന്ന് ഈ കമ്പനീനെ നമുക്ക് റെഫർ ചെയ്യാം. അപ്പോൾ ദിസ് എന്ന് എഴുതി. അതിനുശേഷം നമ്മുടെ കമ്പനിയുടെ പേരെന്താണോ അത് നമ്മളിവിടെ കോൾ ചെയ്തെടുത്തു. ഇനി ഇവിടെ വന്ന് കോളൻ ഇട്ടു, ഒരു സ്പേസ് ഇട്ടു. അതിനുശേഷം വീണ്ടും നമ്മളിവിടെ വന്ന് ദിസ് എന്ന് എഴുതിയതിന് ശേഷം നമുക്കിവിടെ വന്ന് അടുത്തത് നമ്മുടെ സിറ്റിയുടെ പേരാണ് നമ്മൾ റിഫർ ചെയ്യുന്നത്. അപ്പോൾ സിറ്റി എന്ന് ചേർത്ത് കൊടുത്തു. വീണ്ടും നമ്മളിവിടെ വന്ന് ഡബിൾ കൊട്ടേഷൻ ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് സ്റ്റേറ്റ് ആണ് റിഫർ ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഡോട്ട് സ്റ്റേറ്റ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. സ്റ്റേറ്റ് എന്ന് നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു കോളൻ ഇട്ടു. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിരുന്ന ബ്രാക്കറ്റുകളൊക്കെ നമ്മളിവിടെ ലാസ്റ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, നമ്മളിവിടെ പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ വേരിയബിൾ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ വേരിയബിളിൻ്റെ പേര് ഫെച്ച് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ FETSH എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് അഡ്രസ്സ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഡോട്ട് അഡ്രസ്സ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഫുൾ അഡ്രസ്സ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഫുൾ അഡ്രസ്സ് എന്ന് ചേർത്തതിന് ശേഷം ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അതായത് നമ്മൾ ഈ ഫുൾ അഡ്രസ്സ് എന്നുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ ഫെച്ച് എന്നതിലേക്ക് നമ്മൾ കോൾ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ അഡ്രസ്സ് നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മളിവിടെ വന്ന് ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം ഓക്കെ, ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ആ പേര് ഫെച്ച് എന്നുള്ള ആ വേരിയബിളിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഫെച്ച് എന്നുള്ള വേരിയബിളിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ റണ്ണ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവ് സെർവർ വെച്ചിട്ടാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്നിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യിക്കുമ്പോൾ നമ്മുടെ കമ്പനിയുടെ പേര്, അതേപോലെ തന്നെ സിറ്റി, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഏതാണോ അത് നമുക്ക് ഈ രൂപത്തിൽ പ്രിൻറ്റ് ചെയ്ത് വരും. അപ്പോൾ ഒരു വേരിയബിളിനെ നമുക്ക് റെഫർ ചെയ്ത് അത് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദിസ് എന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മൾ ഗ്ലോബൽ കണ്ടെക്സ്റ്റ് എന്ന കീവേഡ് ഉപയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എങ്ങനെ ഗ്ലോബൽ കണ്ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ന് നോക്കാം. ഈ പ്രോഗ്രാമിൽ വേരിയബിളിനെ ഫംഗ്ഷനെ പുറത്ത് ഡിക്ലെയർ ചെയ്യുകയും പിന്നീട് അത് ആക്സസ് ചെയ്ത് എടുക്കുന്ന ഒരു രൂപത്തിലാണ് ഈ ഗ്ലോബൽ കണ്ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തത് ഞാനിവിടെ വെച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആദ്യം മുതൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്.
ഓക്കെ, അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പ്രോഗ്രാം നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. എന്നിട്ട് ഇതിൽ പുതിയതായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് നമ്മളിവിടെ വന്ന് വെബ്സൈറ്റ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെബ്സൈറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് എന്താണോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരെന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫംഗ്ഷൻ്റെ പേര് എന്ന് കൊടുക്കുന്നത് വെബ് എന്നാണ്. എന്നിട്ട് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ആ ബ്ലോക്കിനുള്ളിൽ എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് എന്ന് ചേർത്തു. ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് എന്ന് ചെയ്തതിന് ശേഷം റൈറ്റ് എന്ന് എഴുതിയതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഫറൻസ് ആയിട്ട് ദിസ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത ആ വേരിയബിളിനെ നമ്മൾ ഇങ്ങോട്ട് ആക്സസ് ചെയ്തെടുക്കുന്നു. വെബ്സൈറ്റ് എന്നാണ് വേരിയബിൾ, അതിൻ്റെ പേരും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആ വെബ് എന്ന ക്ലാസ്സിനെ നമ്മൾ കോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെബ് എന്ന് എഴുതിയതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ നമുക്കൊന്ന് കോൾ ചെയ്ത് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ എവിടെയാണോ നമ്മൾ ആ വെബ്സൈറ്റിൻ്റെ പേര് ഏതാണോ അത് നമ്മൾ ഈ ഇൻസൈഡ്, അതായത് ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ഫംഗ്ഷൻ്റെ പുറത്ത് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിലും അതിനെ ദിസ് എന്ന കീവേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ആക്സസ് ചെയ്യുകയും അത് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം. ഇനി അടുത്തതായി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് കോൾ അതേപോലെ തന്നെ അപ്ലൈ എന്ന മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ദിസ് എന്ന കീവേഡ് ഉപയോഗിക്കാം എന്നാണ്. കോൾ അതേപോലെ തന്നെ അപ്ലൈ ഉപയോഗിക്കുന്നത് ഒരു മെത്തേഡിനെ വിവിധ ഒബ്ജക്റ്റുകളിൽ എഴുതാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തത് ഞാൻ ഇവിടുന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ വേരിയബിൾ ആയതുകൊണ്ട് വാർ എന്ന് എഴുതി. അതിനുശേഷം വേരിയബിളിൻ്റെ പേര് EMP_, അതിനുശേഷം നമ്മളിവിടെ വന്ന് അഡ്രസ്സ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ വന്ന് ഈക്വൽ ടു, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് ഫുൾ അഡ്രസ്സ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അഡ്രസ്സ് എന്നിട്ട് ഇവിടെ വന്ന് കോളൻ ഇട്ടു. അതിനുശേഷം നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫംഗ്ഷൻ എന്ന് ചേർത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ റിട്ടേൺ എന്നെഴുതി. റിട്ടേൺ എന്നെഴുതിയതിന് ശേഷം നമ്മളിവിടെ വന്ന് ദിസ് എന്നെഴുതി കമ്പനി, അതായത് നമുക്ക് കോൾ ചെയ്യാൻ നമ്മൾ കമ്പനി ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് കമ്പനി എന്ന് ചേർത്ത് കൊടുത്തു. കമ്പനി എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നമ്മളിവിടെ വന്ന് പ്ലസ് ഇട്ടു. അതിനുശേഷം ഒരു സ്പേസിന് വേണ്ടി ഇവിടെ സ്പേസ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നമ്മളിവിടെ വന്ന് ദിസ് എന്ന് എഴുതിയതിന് ശേഷം അടുത്തത് നമ്മൾ സിറ്റിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സിറ്റി എന്ന് ചേർത്ത് കൊടുത്തു. വീണ്ടും പ്ലസ് ഇട്ടതിന് ശേഷം ഒരു സ്പേസ് ചേർത്ത് വീണ്ടും നമ്മളിവിടെ വന്ന് ദിസ് ഡോട്ട് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് സ്റ്റേറ്റ് ആണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേറ്റ് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഓപ്പൺ ചെയ്തിരുന്ന രണ്ട് ബ്രാക്കറ്റുകളും ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ വേരിയബിൾ എന്ന് ചേർത്ത് കൊടുത്തു. വേരിയബിളിൻ്റെ ഉള്ളിൽ നമ്മൾ ഒബ്ജക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാൻ നമ്മൾ അഡ്രസ്സ് എന്ന് ചേർത്തു. ഈക്വൽ ടു അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ആദ്യം തന്നെ നമ്മുടെ കമ്പനി നെയിം നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കോളൻ ഇട്ടതിന് ശേഷം നമ്മുടെ കമ്പനി നെയിം എന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം കോമ ഇട്ടു. എന്നിട്ട് നമ്മളിവിടെ വന്ന് സിറ്റിയാണ് എഴുതുന്നത്. അപ്പോൾ സിറ്റി എന്ന് എഴുതി. അതിനുശേഷം കോളൻ ഇട്ടു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സിറ്റി ഏതാണോ അതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കോളൻ ഇട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് സ്റ്റേറ്റ് എന്ന് ചേർത്തു. കോളൻ ഇട്ടു. ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റേറ്റ് ഏതാണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് സെമി കോളം വെച്ച് കോമ വെച്ച് ക്ലോസ് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് പ്രിൻറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റിൻ്റെ താഴെ നമ്മൾ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ വന്ന് ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് എന്ന് എഴുതിയതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്, അതായത് നമ്മൾ മുമ്പ് ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾ എന്താണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് EMP അഡ്രസ്സ് എന്ന് ചേർത്തു.
EMP അഡ്രസ്സ് എന്ന് ചേർത്തു. അതിനുശേഷം നമുക്ക് ഫുൾ അഡ്രസ്സാണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫുൾ അഡ്രസ്സ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് കോൾ ചെയ്യേണ്ടത് അഡ്രസ്സ് എന്ന ഡീറ്റെയിൽസിനെയാണ്. അപ്പോൾ നമ്മളിവിടെ വന്ന് കോൾ എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റിൽ ഏതാണോ നമുക്ക് കോൾ ചെയ്യേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ അഡ്രസ്സ് എന്നുള്ളതാണ് കോൾ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ താഴെ വേറെ ഒന്നുകൂടി നമ്മൾ ഡോക്യുമെൻ്റ് വെച്ചിട്ട് ചെയ്യാണ്. ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ് ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി വീണ്ടും അതേപോലെ തന്നെ EMP അഡ്രസ്സ് എന്ന് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മൾ കോൾ ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യാണ്. എന്താണ് അപ്ലൈ ചെയ്യുന്നത്, അഡ്രസ്സ് എന്നുള്ളത് നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് സേവ് ചെയ്ത് നമുക്ക് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്കിവിടെ വന്ന് നേരത്തെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത പോലെ തന്നെ നമ്മളെ കമ്പനി, അതേപോലെ തന്നെ സിറ്റി, അതേപോലെ തന്നെ സ്റ്റേറ്റ് നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു ബൈൻഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ദിസ് കീവേഡ് ഉപയോഗിക്കുന്നത് എന്നൊരു പ്രോഗ്രാം കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്തതെല്ലാം ഞാൻ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് നമ്മൾ ലാംഗ്വേജ് എന്നുള്ളത് ലാംഗ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഏതാണോ നമുക്ക് ലാംഗ്വേജ് ആയിട്ട് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. ഞാനിവിടെ ലാംഗ്വേജ് ആയിട്ട് JavaScript എന്ന് ചേർത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എന്ന് ചേർത്തു. അതിനുശേഷം നമ്മൾ ലാങ് നെയിം എന്നുള്ള ഫംഗ്ഷൻ്റെ പേര് നമ്മൾ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഫംഗ്ഷന് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കോൾ എന്നൊരു ഫംഗ്ഷന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. കോൾ എന്നുള്ളൊരു പാരാമീറ്റർ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ ആ കോൾ എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ ഇങ്ങോട്ട് കോൾ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കോൾ എന്നുള്ളൊരു ഫംഗ്ഷനെ കോൾ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്നൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ വാർ എന്ന് എഴുതി അതിനുശേഷം ഒബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റ് എന്നുള്ളൊരു പേര് നമ്മൾ ഈ ഒബ്ജക്റ്റിന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലാങ് എന്നെഴുതിയതിന് ശേഷം നമുക്ക് ലാംഗ്വേജ് ഏതാണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ PHP എന്ന് ചേർത്ത് കൊടുത്തു, ഒരു കോളൻ ഇട്ടു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ലാംഗ്വേജ് എന്ന് അടുത്തത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ലാംഗ്വേജ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ കോളൻ ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ എഴുതുകയാണ്. അപ്പോൾ ഫംഗ്ഷൻ ഇട്ടു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കാം ഡോക്യുമെൻ്റ് ഡോട്ട് റൈറ്റ്. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ദിസ് ഡോട്ട് ലാങ് എന്ന് ചേർത്തു. അതിനുശേഷം പ്ലസ് ഇട്ടു. എന്നിട്ട് നമുക്ക് എന്ത് മെസ്സേജാണോ വേണ്ടത് അതിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മെസ്സേജ് ഇറ്റ് ഈസ് എ പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഈ ബ്രാക്കറ്റ്, അതായത് നമ്മൾ ഈ ഫംഗ്ഷൻ നമ്മളിവിടെ കൊടുത്ത ഒബ്ജക്റ്റിൻ്റെ എല്ലാ ബ്രാക്കറ്റും നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ലാങ് നെയിം എന്ന് നമ്മൾ വീണ്ടും ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് ഒബ്ജക്റ്റ് ഡോട്ട് ലാംഗ്വേജ് എന്ന് ചേർത്ത് കൊടുക്കുക. ഒബ്ജക്റ്റിൻ്റെ പേര് അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ലാംഗ്വേജ് എന്നുള്ള ടെക്സ്റ്റ് നമ്മൾ ഇങ്ങോട്ട് കോൾ ചെയ്തെടുത്തു. അതായത് നമ്മൾ ഇവിടെ കൊടുത്ത ഈ ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് കോൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിവിടെ വന്ന് സെമിക്കോളം വെച്ച് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ വന്ന് ലാങ് നെയിം, വീണ്ടും നമ്മൾ ലാങ് നെയിം എന്ന് ചേർത്ത് കൊടുത്തു. ലാങ് നെയിം എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റ്, വീണ്ടും നമ്മളിവിടെ വന്ന് ഒബ്ജക്റ്റ് എന്ന് തന്നെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഡോട്ട് ലാംഗ്വേജ് എന്ന് എഴുതിയതിന് ശേഷം നമുക്ക് ബൈൻഡ് ചെയ്യണം. അപ്പോൾ ബൈൻഡ് എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ പേരെന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. ഒബ്ജക്റ്റ് എന്നും ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പം നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട് JavaScript പോപ്പുലർ ലാംഗ്വേജ്, അതേപോലെ PHP ഇറ്റ് ഈസ് എ പോപ്പുലർ ലാംഗ്വേജ്. അങ്ങനെ രണ്ടും നമുക്കിവിടെ വന്ന് പ്രിൻറ്റ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ദിസ് എന്ന കീവേഡ് വെച്ചിട്ട് നമുക്കിത് രണ്ട് രൂപത്തിൽ, അതായത് രണ്ട് മെത്തേഡിനെ നമുക്കിതുപോലെ കോൾ ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് രൂപത്തിലായിട്ട് നമുക്ക് കോൾ ചെയ്ത് എടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.